ഇടുക്കി ഉപ്പുതറ രജനി കൊലക്കേസ് പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് മരിച്ച നിലയിൽ ഓട്ടോ ഡ്രൈവറായിരുന്ന ഭർത്താവ് സുബിനെ സമീപമുള്ള പറമ്പിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച തലക്കടിയേറ്റ് രജനി കൊല്ലപ്പെട്ട ശേഷം സുബിനെ കാണാനില്ലായിരുന്നു. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, കഴിഞ്ഞ ദിവസം ഭാര്യയെ കൊലപ്പെടുത്തുന്നു, പിന്നെ അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയതാണ്. സ്കൂൾ വിട്ട് തിരികെ എത്തിയ കുട്ടികളാണ് മരിച്ച നിലയിൽ ഈ അമ്മയെ കണ്ടെത്തിയത്. പ്രതി തന്നെയാണ് ഈ സുബിൻ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ടോ? ഇത് എവിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്? കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഉപ്പുതറ സ്വദേശിയായ രജനിയെ വീടിനുള്ളിൽ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതി ഭർത്താവായ സുബിൻ എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് അത്തരത്തിലുള്ള അന്വേഷണമാണ് ആരംഭിച്ചത്. എന്നാൽ ഈ സംഭവ ദിവസം സുബിൻ ഉപ്പുതറയ്ക്ക് സമീപം പരപ്പിലെത്തുകയും തുടർന്ന് ബസ്സിൽ കയറി കോട്ടയം ഭാഗത്തേക്ക് പോവുകയും ചെയ്തതായി നാട്ടുകാരിൽ ചില പോലീസ്. തുടർന്ന് ഇത്തരത്തിലുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചു. എന്നാൽ സുബിൻ ഇവിടുന്ന് പോയിട്ടില്ല എന്ന നിഗമനത്തിൽ പോലീസ് പിന്നീടെത്തുകയും തുടർന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പ്രദേശത്തെ വിവിധ മേഖലകളിലും കൃഷിയിടങ്ങളിലും വനമേഖലയിലും ഒക്കെ തിരച്ചിൽ നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സമീപ മേഖലയിലെ കൃഷിയിടത്തിൽ തൂങ്ങിയ നിലയിൽ സുബിന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഉപ്പുതറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ സംഭവം നടക്കുന്നത്. ഒരു മാസം മുൻപാണ് രജനിയും സുബിനും 3 മക്കളും അടങ്ങുന്ന കുടുംബം ഇവിടേക്ക് താമസിച്ചത്. ഇവർ തമ്മിൽ കുടുംബ കലഹങ്ങൾ പതിവായിരുന്നെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ സംഭവ ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയ ഇളയ കുട്ടിയാണ് ഈ മൃതദേഹം വീടിനുള്ളിൽ കണ്ടത്. തുടർന്ന് പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുകയും തുടർന്ന് പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. എന്തായാലും ഇവർക്ക് 3 മക്കളുണ്ട്. സംഭവത്തിന് ശേഷം ഈ പ്രതി പോയി എന്ന് സംശയിക്കുന്ന ഭാഗങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ടോം, ഒരുപക്ഷെ നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വന്ന വിവരം കുടുംബ പ്രശ്നമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ്. അതിൻ്റെ ഒരു മനോവിഷമത്തിൽ അല്ലെങ്കിൽ ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുക എന്നൊരു ഉദ്ദേശമായിരുന്നോ പ്രതിക്കുണ്ടായിരുന്നത്? അത്തരത്തിൽ വേണം അനുമാനിക്കാൻ. കാരണം ഇവർ തമ്മിലുള്ള കുടുംബ കലഹങ്ങൾ പതിവായിരുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ വിവരം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പോലീസും ഈ കൊലപാതകം സുബിൻ നടത്തി എന്നൊരു നിഗമനത്തിലായിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണമാണ് ആരംഭിച്ചത്. ഇവർ തമ്മിൽ പതിവായി വഴക്കുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യം സംഭവത്തിന് ശേഷം പ്രതിയെ അവിടെ ഈ പ്രതിയിൽ സംശയിച്ച സുബിനെ ഈ പേരിൽ കണ്ടെത്താനും സാധിച്ചില്ല. ഈ പ്രദേശത്ത് നിന്ന് മാറിയതായും മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയും തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും 3 കുട്ടികളാണ് ഇവർക്ക്. അമ്മ വീട്ടിലേക്ക് എത്തി, ഇളയ കുട്ടി സ്കൂൾ വിട്ട് തിരികെ എത്തിയ സമയത്താണ് ഇപ്പോൾ അമ്മ തലക്കടിയിട്ട് മരിച്ചൊരു കിടക്കുന്ന സാഹചര്യം കൂടി കണ്ടെത്തുന്ന സാഹചര്യം കൂടി കുട്ടിക്ക് നേരിട്ട് തന്നെ വന്നു. അപ്പോൾ അമ്മ കൊല്ലപ്പെട്ടത് പിന്നാലെ പിതാവ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കുട്ടികൾ. വേദനാജനകമായ കാര്യമാണ്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് മേൽനടപടി സ്വീകരിച്ചു. ഇദ്ദേഹം നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രജനിയെ കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. കേട്ടോ, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഉപ്പുതറ രജനി കൊലക്കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് നിഗമനം. ഇരുവരുമുള്ള കുടുംബ പ്രശ്നത്തെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം രജനിയെ ഭർത്താവ് സുബിൻ കൊലപ്പെടുത്തിയത്. സ്കൂൾ വിട്ട് വന്ന ഇളയ കുട്ടിയാണ് അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഇവർക്ക് 3 കുട്ടികളുണ്ട്. വീട്ടിൽ പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതാകാം ഈ രീതിയിലുള്ള ദുരന്തത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.